കൊല്ലത്തേക്കാണ്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ തന്നെ ആകെ ലഭിച്ചിരിക്കുന്നത് 859 പരാതികളാണ്. CPM നേതാക്കൾ നൽകിയ വിവരമനുസരിച്ചാണ് വിഭജനമെന്നാണ് ഇവിടെയും ആരോപണം. CPM വോട്ട് കുറഞ്ഞ വാർഡുകളിലേക്കാണ് കൂട്ടിച്ചേർക്കൽ ഉണ്ടായിരിക്കുന്നത് എന്നും വ്യക്തമാകുന്നു. മറ്റു പാർട്ടികൾക്ക് വോട്ട് കൂടിയ വാർഡാകട്ടെ മുറിച്ചു മാറ്റിയെന്നാണ് ആക്ഷേപം. തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ കണ്ണനന്നൂർ അങ്ങാടിയിലാണ് ദിലീപ് ദേവസിയുള്ളത്. ദിലീപ്, കൊല്ലത്തെ പൊതുചിത്രം, പരാതികളുടെ എണ്ണമൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് അവിടുത്തെ വാർഡ് വിഭജനം നടന്നിരിക്കുന്നത്? CPMനെതിരെ വന്നിരിക്കുന്ന ഈ വ്യാപകമായ പരാതിയിൽ അവരുടെ പ്രതികരണം എന്താണ്? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണനല്ലൂരിലാണ്. ഈ കണ്ണനല്ലൂർ അങ്ങാടിയിൽ തന്നെ CPMകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും തന്നെയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നായ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലാണ്, അതായത് 2ാം സ്ഥാനത്താണ്, വലിയ പഞ്ചായത്തുകളുടെ 2ാം സ്ഥാനത്താണ് തൃക്കോവിൽവട്ടം പഞ്ചായത്തുള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി CPMൻ്റെ ഒരു തന്ത്രമാണ് വാർഡ് വിഭജനം എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിനെ CPMകാർ മറ്റൊരു രീതിയിലാണ്, ഇത് രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നതാണ് CPMകാരുടെ പറയുന്നത്. നമുക്ക് ആദ്യം ഈ കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറുണ്ട്, DCC ജനറൽ സെക്രട്ടറിയായ ഫൈസൽ കൊളപ്പാടം, ഇതിനെക്കുറിച്ച് വാർഡ് വിഭജനത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഈ കൊല്ലത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച കാര്യങ്ങൾ പറയും. ഇത് ശരിക്കും നിങ്ങൾ പറയുന്നത് CPMകാരെ വോട്ട് കിട്ടാൻ വേണ്ടി വാർഡ് വിഭജിച്ചു എന്നാണോ? ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള വാർഡ് വിഭജനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPMന് ഇഷ്ടമുള്ള ഭാഗത്ത് 1ാമത്തെ വാർഡ് മുതൽ അവസാനത്തെ വാർഡ് വരെ കൃത്യമായി ഓരോ വാർഡുകളിലും കൃത്യമായി പുനർനിർണയം നടത്തണം എന്നുള്ള മാനദണ്ഡം ഇവിടെ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഒരു പാളി പോലെ അടർത്തെടുത്തിക്കൊണ്ട് LC ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ AC ഓഫീസിൽ നിന്നും DC ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള വിഭജനമാണ് ഇവിടെ കൃത്യമായി നടത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഒരു വാർഡിലുള്ള ജനസംഖ്യ, ആ ജനസംഖ്യ 10% അധികരിക്കാനോ കുറയുവാനോ പാടില്ല എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ അത് ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളുമായി പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ആ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ CPMൻ്റെ ഭാഗത്തു നിന്നും കൊടുക്കുകയും ഈ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥരെ അതിനനുസരിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ അടികൊണ്ട ചേര സഞ്ചരിക്കുന്നത് പോലെ, വെടികൊണ്ട പന്നി ഓടുന്നത് പോലെ ഒരു വാർഡ് വിഭജനം ഉണ്ടായിരിക്കുകയാണ്. ഒരു വാർഡിൻ്റെ ഒരറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ വീട്ടിൽ പോലും പോകുവാൻ കഴിയാത്ത നിലയിൽ അശാസ്ത്രീയമായിട്ടുള്ള വിഭജനമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ളത്. ചേട്ടാ, ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണ് പറയുന്നത്. CPMകാർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? CPM എന്നുള്ള നിലയിൽ പറയാനുള്ള 20-25 വർഷമായിട്ട് CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 5000 മുതൽ 7000 വരെ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ്. അപ്പോൾ ജനസംഖ്യ രാഷ്ട്രീയത്തിൽ വോട്ടിംഗ് പാറ്റേൺ UDFന് അനുകൂലമായ പഞ്ചായത്താണ്. പക്ഷേ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണെന്നുള്ളതേ ഉള്ളൂ. ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം 825 വീട് മുതൽ 875 വരെ വീട് വരെ ഒരു വാർഡിൽ ഉണ്ടായിരിക്കണോ എന്നുള്ള ഘടനയാണ് അവർ പറയുന്നത്. ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷൻ ആ അംഗീകാരം അനുസരിച്ച് 825 മുതലുള്ള വീടുകളെ ക്രമീകരിച്ചുകൊണ്ടാണ് തൃക്കോവിൽവട്ടത്തിൻ്റെ ഒരു വാർഡ് വിഭജനം പഞ്ചായത്ത് സമിതി എടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്കും മറ്റും അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനാൽ പാർട്ടിയും മറ്റുള്ള സഹാക്കളും ഒക്കെ ഇടപെടുകയും പൊതുജനമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ഒരു നിർദ്ദേശം ഈ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ആ അംഗീകാരം പറ്റത്തില്ല എന്നല്ല, ഗവൺമെൻറ്റിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്നു ഇത് രാഷ്ട്രീയമല്ല. മറ്റൊരു കാര്യം കൂടെ പറയും, കേട്ടല്ലോ, അടികൊണ്ട പാമ്പും വെടികൊണ്ട പന്നിയും വിഭജിച്ചത് അല്ല. അങ്ങനെ ഒരു വിഭജനം നടന്ന എല്ലാ റോഡും ഉദ്യോഗസ്ഥന്മാരെ ശാസ്ത്രീയമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ ഗവൺമെന്റ് എടുത്ത നിലപാടൊക്കെ കറക്റ്റ് തന്നെയാണ്. അല്ല, എല്ലാ വാർഡുകളും റോഡുകളും മറ്റേ പാലങ്ങളോ തോടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഘടന അനുസരിച്ചാണ് ഇത് വിഭജിക്കുമ്പോൾ ഒരു വാർഡിൽ 825 വീട് മുതൽ 875 വീട് വരെ ഉണ്ടായിരിക്കണം. വോട്ടല്ല പ്രധാന വിഷയം. ഈ പറഞ്ഞത് ചേട്ടൻ കുറേ തൃക്കോവിൽവട്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 23 വാർഡുകളാണുള്ളത്. ഒരു വാർഡ് ഇവിടെ കൂടിയിരിക്കുക 24. പെരുങ്കുളം എന്നാണ് ആ കൂടിയ വാർഡിൻ്റെ പേര്. ഈ പെരുങ്കുളം ഈ വാർഡ് എടുത്തിരിക്കുന്നത് തന്നെ വളരെ അശാസ്ത്രീയമായ ഒരു ഏലയുണ്ട്. ഏലയ്ക്ക് അപ്പുറവും ഇപ്പുറവും നിർത്തിയാണ് വാർഡ് എടുത്തിരിക്കുന്നത്.
അതായത് പുതുച്ചറത്തിൻ്റെ കുറേ ഭാഗം, പേരയത്തിൻ്റെ കുറേ ഭാഗം, മൈലാപ്പൂരിൻ്റെ കുറേ ഭാഗം, ഡീസൻറ്റ് ജംഗ്ഷൻ്റെ കുറേ ഭാഗം ചേർത്താണ് ഇത്. അതായത് പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇവിടെ പേരയുണ്ട്. അതെ, ഈ തൃക്കോട്ടത്തൊരു പേരയം വാർഡുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പേരയം വാർഡ് ഉമേനല്ലൂർ, അതെ ഉമേനല്ലൂർ BJP ഭരിക്കുന്ന വാർഡ്, BJP ഭരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ. രാഷ്ട്രീയപരമായിട്ട് വിഭജനം വളരെ അശാസ്ത്രീയമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ, അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഒരു ഉത്തരവ്, അതായത് അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള അവരും തമ്മിലുള്ള ഗൂഢമായ ഒരു പദ്ധതിയാണ് ഇപ്പോഴത്തെ ഈ ഡിമിഷൻ. ശരി, ദിലീപ് ദേവസ്യ, കൊല്ലത്ത് നിന്നും ചിത്രം വ്യത്യസ്തമല്ല എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത